ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മലയാളികൾക്ക് നസ്ലിൻ എന്ന യുവതാരത്തെ വളരെ സുപരിചിതമാണ്. അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അത്രയ്ക്കും ജനപ്രിയനായൊരു യുവനടനാണ് നസ്ലിൻ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കുറച്ച് സിനിമകൾ കൊണ്ടാണ് നസ്ലിൻ ഈ നേട്ടങ്ങളൊക്കെ നേടിയത്. അതിനു പിന്നിൽ നസ്ലിൻ്റെ കഴിവും ഹാർഡ് വർക്കുമുണ്ട്. സിംപ്ലിസിറ്റിയും താരജാടയും ഇല്ലാത്ത ഒരു താരമാണ് നസ്ലിൻ. ഒന്ന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ മികച്ച ജനപ്രിയ താരങ്ങൾ കടന്നുപോയ ഒരു സമയത്തിലൂടെയാണ് നസ്ലിനും ഇപ്പോൾ കടന്നു പോകുന്നത്. വേണമെങ്കിൽ അതിനൊക്കെക്കാളും വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. 100 കോടി ക്ലബിൽ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായി നസ്ലിൻ മാറിക്കഴിഞ്ഞു. രാജാവിൻ്റെ മകൻ എന്ന ചിത്രം ബോക്സ് ഓഫീസുകൾ തകർത്ത് കുതിക്കുമ്പോൾ അന്ന് മോഹൻലാലിന് 26 വയസ്സായിരുന്നു. അനിയത്തി പ്രാവ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുമ്പോൾ വയസ്സ് 21 ആയിരുന്നു. 20-ാം വയസ്സിൽ നന്ദനം എന്ന ചിത്രത്തിൽ തുടക്കം കുറിച്ച് 24-ാം വയസ്സിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആ നിരയിലേക്ക് സമീപകാലത്ത് തിയേറ്റർ വിജയവുമായി കയറി വന്ന ഒരു നടനാണ് നസ്ലിൻ. 23 വയസ്സാകുമ്പോൾ താരത്തിൻ്റെ നേട്ടം വലുതാണ്. എന്നാൽ ആകെ അഭിനയിച്ചത് ഇതുവരെ 20 ചിത്രത്തിനു താഴെ. അപ്പോഴേക്കും നസ്ലിൻ മലയാള സിനിമയിൽ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിലും ഒരു പ്രത്യേക ഇഷ്ടത്തോടെ കയറിക്കഴിഞ്ഞു. മധുരരാജയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു നസ്ലിൻ്റെ സിനിമയിലേക്കുള്ള വരവ്. കുരുതി എന്ന സിനിമ നടക്കുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു നസ്ലിൻ എന്ന നടൻ വലിയൊരു താരമാകുമെന്നും അതിപ്പോൾ സംഭവിക്കുകയാണെന്നും പൃഥ്വിരാജ് അടുത്തിടെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. തണ്ണീർമത്തൻ്റെ ഓഡിഷനിൽ നസ്ലിൻ എത്തുമ്പോൾ കണ്ടപ്പോൾ തന്നെ സെലക്ട് ചെയ്യുകയായിരുന്നു. പിന്നെ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് വന്ന കുരുതി, ഹോം, കേശു, ഈ വീടിൻ്റെ നാഥൻ, ഇതിലൊക്കെ നസ്ലിനെ അറിയപ്പെടുന്ന നടനായി മാറിക്കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് സൂപ്പർ ശരണ്യ, മകൾ, ജോ ആൻഡ് ജോ, നെയ്മർ, 18+, ഇതൊക്കെ നസ്ലിൻ സിനിമകളായി മാറി. മാത്യു, നസ്ലിൻ കൂട്ടുകെട്ട് ജനപ്രിയ സിനിമകളായി എന്നൊരു പേരും ഉണ്ടായി. പ്രേമലു നസ്ലിൻ്റെ കരിയർ തന്നെ മാറ്റിയ ഒരു സിനിമയായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ജനപ്രിയ നേടുകയും ചെയ്തു. കുടുംബ പ്രേക്ഷകരെയും യുവ പ്രേക്ഷകരും നസ്ലിനെ ഏറ്റെടുത്തു. ഇനി വരുന്ന ചിത്രങ്ങൾ എല്ലാം പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.